ഓക്കെ, ഫങ്ഷൻസ് ഓഫ് കോംപ്ലക്സ് വേരിയബിൾ. ഇത് ഫസ്റ്റ് മോഡിലാണ്, മാത്തമാറ്റിക്കൽ ഫിസിക്സ് 2 ഉണ്ട് ഫസ്റ്റ് മോഡിൽ. അപ്പോൾ കോംപ്ലക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. ഇതിൽ ഇസഡ് എന്ന് പറഞ്ഞതാണ് കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഈ എക്സ് പ്ലസ് ഐ വൈ ഇതിൽ എക്സ് വന്നിട്ട് എന്താണ്? റിയൽ പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പറും, പിന്നെ വൈ ഐൻ്റെ അടുത്ത് വരുന്നതൊക്കെ എന്താണ്? ഇമാജിനറി പാർട്ട് ഓഫ് ദ കോംപ്ലക്സ് നമ്പർ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, ഇമാജിനറി പാർട്ട് പിന്നെ റിയൽ പാർട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം. പിന്നെ ഐൻ്റെ വാല്യൂ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് -1. അപ്പോൾ നമ്മൾ ഐ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു എന്താ എടുക്കും? -1 എടുക്കും. ഐ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു -1. അപ്പോൾ ഇത് കോൺജുഗേറ്റ് ഇസ് ഡിനോട്ടഡ് ബൈ, നമ്മൾ കോൺജുഗേറ്റ് ഡിനോട്ട് ചെയ്യുന്നത് ഇസഡ് ബാർ ഓർ ഇസഡ് സ്റ്റാർ. അപ്പോൾ ഇസഡ് ബാർ ഓർ ഇസഡ് സ്റ്റാർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് ഐ വൈ. Then f of z is a function of complex wave. F of z is a function of complex wave. It is denoted by omega. So the f of z is equal to omega നമ്മൾ represent ചെയ്യുക. f of z is equal to omega. So that is equal to x. That is equal to u plus iv. u plus iv. So അതാണ് ഇത്. omega is equal to f of z is equal to u plus iv. സോ ഇത് വന്നിട്ട് ബേസിക്സ് ആണ്. അതായത് നമ്മൾ ഈ കോംപ്ലക്സ് നമ്പറിൻ്റെ അഡിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഡിവിഷൻ അതൊക്കെ ഉണ്ട്. സോ ഇതൊക്കെ നിങ്ങൾ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി, പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ എക്സ് പ്ലസ് ഐ വൈ, അപ്പോൾ നമ്മൾ ഇതിനെ അഡിഷനാണിത്. പിന്നെ ഇത് സബ്ട്രാക്ഷൻ, ഇതൊന്ന് ആണ് വെറുതെ നോക്കിയാൽ മതി. പിന്നെ ഇത് മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ ഡിവിഷൻ. അപ്പോൾ ഡിവിഷനിൽ വരുമ്പോൾ നമ്മൾ എന്തായിരിക്കും അത്? ഈ അതായത് എക്സാമ്പിൾ ഞാൻ ഒന്ന് പറയാം. 1/i ആണെങ്കിൽ അത് നമ്മൾ എങ്ങനെ എടുക്കും? ഇത് അതായത് ഡിവിഷൻ ആണെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും -i കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യും. -i ഡിവൈഡഡ് ബൈ -i അല്ലേ, അത് ഡിവിഷൻ. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫോം നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ. ഓക്കെ, പിന്നെ ഇതിൽ ലോസ് അസോസിയേറ്റീവ് ലോ ഓഫ് അഡിഷൻ, പിന്നെ കമ്മ്യൂട്ടേറ്റീവ് ലോ, പിന്നെ അസോസിയേറ്റീവ് ലോ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ, അതൊക്കെ, പിന്നെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ, സോ ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടോപ്പിക്കിലോട്ട് പോകും. അപ്പോൾ കോഷി റെയ്മൻ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ വന്നിട്ട് ആണ് കോഷി റെയ്മൻ കണ്ടീഷൻ. ഈ കോഷി റൈമൻ കണ്ടീഷനിൽ എ കോംപ്ലക്സ് വേരിയബിൾ ഫങ്ഷൻ. അപ്പോൾ നമ്മൾ ഫങ്ഷന്, അതായത് കോംപ്ലക്സ് നമ്പറിനെ നമ്മൾ എന്താ എടുത്ത്? ഇസഡിന്ന് എടുത്തു. അപ്പോൾ വേരിയബിൾ ഫങ്ഷനെ നമ്മൾ എന്താ എടുക്കും? എഫ് ഓഫ് സെഡിന്ന് എടുക്കുക. അപ്പോൾ കോംപ്ലക്സ് വേരിയബിൾ ഫങ്ഷൻ ഈസ് സെഡ് ടു ബി എ അനലിറ്റിക് if it is satisfy the following condition. അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന ഈ ഫങ്ഷൻ അനലിറ്റിക് ആണെങ്കിൽ ഈ ഫോളോയിങ് കണ്ടീഷനൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. ശരി, അപ്പോൾ ഇതൊന്ന് നോക്കി പിന്നെ ഞാനതിൽ എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ഇത് എന്തൊക്കെയാണ് കണ്ടീഷൻ വെച്ച്? എഫ് ഓഫ് സെഡ് ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് ഫങ്ഷൻ. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ മതി. പിന്നെ എഫ് ഓഫ് സെഡ് ഷുഡ് ഹാവ് യൂണിക് ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു സെഡ് അറ്റ് ഈച്ച് പോയിൻറ്റ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ ഡി. പിന്നെ എഫ് ഓഫ് സെഡ് ഷുഡ് സാറ്റിസ്ഫൈ കോഷി റൈമൻ ഈക്വേഷൻ. അപ്പോൾ ഈ 3 കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്താലാണ് നമ്മൾ അതിനെ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ കോംപ്ലക്സ് വേരിയബിൾ എഫ് ഓഫ് സെഡ്. അതായത് നമ്മൾ ഒരു കോംപ്ലക്സ് വേരിയബിൾ എഫ് ഓഫ് സെഡ് നമ്മൾ ഇതിലെടുക്കാമെന്ന് വെച്ചാൽ ഒരു റീജിയനിൽ നമ്മൾ കൺസിഡർ ചെയ്യുക. ഒരു റീജിയൻ ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ. അപ്പോൾ ഇത് നമ്മൾ റീജിയൻ ഓഫ് കോംപ്ലക്സ് പ്ലെയിൻ, ഇത് എക്സ് എന്ന് എടുക്കുക, ഇത് വൈ എന്ന് എടുക്കുക. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ റിയൽ പാർട്ടും പിന്നെ വൈ എന്ന് പറഞ്ഞാൽ ഇമാജിനറി പാർട്ടും. ഇതിൽ നമ്മൾ റീജിയനെ കൺസിഡർ ചെയ്യുക. ഒരു റീജിയൻ നമ്മൾ എടുക്കുക. ഇറ്റ് ഈസ് ഒരു ക്ലോസ്ഡ് കോംപ്ലക്സ് പ്ലെയിൻ ആണ്. ക്ലോസ്ഡ് കോംപ്ലക്സ് പ്ലെയിൻ. അത് സർക്കുലറല്ല, എങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. ഒരു സ്ക്വയർ ഷേപ്പോ എങ്ങനെ വേണമെങ്കിൽ അതിരിക്കാം. അപ്പോൾ ഒരു ക്ലോസ്ഡ് കോംപ്ലക്സ് പ്ലെയിൻ അതിന് നമ്മൾ എടുത്തിട്ട്, അപ്പോൾ ഇതിൽ ഒരു ക്ലോസ് നമ്മൾ ഒരു സർക്കിൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലെടുക്കുക. അപ്പോൾ ഇതിൽ ഒരു ഫങ്ഷൻ. അപ്പോൾ ഇത് അപ്പോൾ ഇതിൽ എന്താണ്? ഒരു പോയിൻ്റ്. അപ്പോൾ ഇതാണ് എഫ് ഓഫ് ഇസഡ്.
ഈ പോയിൻ്റാണ് എഫ് ഓഫ് സെഡ്. ഇതേപോലെ കുറേ ഫങ്ഷൻസ് ഉണ്ടാവും, കുറേ പോയിൻറ്റ്സ് ഉണ്ടാവും. നമ്മൊരു ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ ഇങ്ങനെ ഒരു കുറേ ഫങ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഈ ഫങ്ഷൻ ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്ന ഈ എഫ് ഓഫ് സെഡ് എന്ന ഫങ്ഷൻ ഞാൻ പറഞ്ഞ ഈ ഫോളോയിങ് കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്താലാണ് അതിനെ നമ്മൾ അനലിറ്റിക് ഫങ്ഷൻ എന്ന് പറയും. ശരി, അപ്പോൾ എന്താണത് എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ പറഞ്ഞ പോലെ എഫ് ഓഫ് സെഡ് ഷുഡ് ബി സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ. നമുക്ക് ഈ എഫ് ഓഫ് സെഡ് ഈ പോയിന്റിൽ വരുന്ന ഈ പോയിന്റ് ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഈ പ്ലെയിനിൽ അത് കോംപ്ലക്സ് പ്ലെയിനിൽ എടുക്കുന്ന ഈ എഫ് ഓഫ് സെഡ് ഈ ഫംഗ്ഷൻ എന്തായിരിക്കണം, സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കണം. അതായത് ഇപ്പോൾ റൂട്ടൊക്കെ എടുക്കുമ്പോൾ നമുക്കതിൽ റൂട്ട് 4 എന്ന് പറഞ്ഞാൽ അത് +or-2 അങ്ങനെയാണ് നമ്മൾ എടുക്കും. അതായത് പ്ലസ് വാല്യൂ വരും, മൈനസ് വാല്യൂ വരും. അങ്ങനെ അല്ലാണ്ട് ഒരു സിംഗിൾ 2 ആണെങ്കിൽ 2, പിന്നെ 4 ആണെങ്കിൽ 4, അങ്ങനെ സിംഗിൾ വാല്യൂ ഫംഗ്ഷൻ, അതായത് റൂട്ട് അല്ലാത്ത എടുക്കുമ്പോൾ നമുക്ക് എന്ത് വരും, സിംഗിൾ വാല്യൂ മാത്രമേ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടായാൽ അതെന്താണ്, അതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ അതെന്താണ്, ഈ അനലിറ്റിക് ഫംഗ്ഷൻ അങ്ങനെ പറയാം. അത് ആ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്തു, അപ്പോൾ ഇതൊരു അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതല്ലാതെ രണ്ടാമത്തെ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എഫ് ഓഫ് സെഡ് ഷുഡ് ഹാവ് യൂണിക് ഡെറിവേറ്റീവ്സ് വിത്ത് റെസ്പെക്ട് ടു സെഡ് അറ്റ് ഈച്ച് പോയിന്റ് ഓഫ് ഇറ്റ്സ് ഡൊമൈൻ ഡി. അപ്പോൾ ഈ എഫ് ഓഫ് സെഡ് പറഞ്ഞ ഈ പോയിന്റ് എന്തായിരിക്കണം, അത് വന്നിട്ട് യൂണിക് ഡെറിവേറ്റീവ്സ് ആയിട്ട് ഇരിക്കണം. അതൊരു ഡെറിവേറ്റീവ് കണ്ടീഷനിൽ ഇരിക്കണം. ശരി, അതേപോലെ ഈ പോയിന്റ് അല്ലാണ്ട് ഇതിൻ്റെ അടുത്തുള്ള എല്ലാ പോയിൻറ്റും എങ്ങനെയായിരിക്കണം, ഒരു ഡെറിവേറ്റീവ് കണ്ടീഷനിൽ ഇരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്താണ്, അത് അനലിറ്റിക് ഫംഗ്ഷൻ. പിന്നെ മൂന്നാമത്തത് എന്താണെന്ന് വെച്ചാൽ, മൂന്നാമത്തെ കണ്ടീഷൻ വന്നിട്ട് ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ദി കോഷി റൈമാൻ ഈക്വേഷൻ. അപ്പോൾ കോഷി റൈമാൻ നമുക്കറിയാം, അതായത് ഡോ യു ബൈ ഡോ എക്സ് ഈസ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അങ്ങനെ വരില്ലേ. അത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മൂന്ന് കണ്ടീഷനെയും സാറ്റിസ്ഫൈ ചെയ്താലാണ് അതിൽ നമ്മൾ എന്താ പറയുക, അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് പറയും. അല്ലെങ്കിൽ അനലിറ്റിക് ഫംഗ്ഷൻ എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കോഷി റൈമാൻ കണ്ടീഷൻ നമ്മൾ നോക്കാം. ഇപ്പോൾ കോഷി റൈമാൻ കണ്ടീഷൻ, അത് നെസസറി കണ്ടീഷൻ ഫോർ എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അപ്പോൾ യു എന്ന് പറഞ്ഞാൽ റിയലും പിന്നെ ഐ വി ഇമാജിനറി പാർട്ട് ടു ബി അനലിറ്റിക് ഈസ്. അപ്പോൾ ഈ കണ്ടീഷൻ എന്താണ്, ഫസ്റ്റ് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. ഇപ്പോൾ ഈ ഇതിൽ നമ്മൾ ഡോ യു ഡോ എക്സ്, അപ്പോൾ ഇതൊക്കെ ഡെറിവേറ്റീവ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഡോ എന്ന് യൂസ് ചെയ്യുമ്പോൾ എന്താണ്, പാർഷ്യലി ഡെറിവേറ്റീവ്. അപ്പോൾ ഈ ഫംഗ്ഷൻ്റെ ഡോ യു എന്ന് പറഞ്ഞാൽ എന്താണ്, റിയൽ പാർട്ട് അല്ലേ. അപ്പോൾ ഈ ഫംഗ്ഷൻ റിയൽ പാർട്ട് വിത്ത് റെസ്പെക്ട് ടു എക്സും ഈ ഫംഗ്ഷൻ്റെ ഇമാജിനറി പാർട്ട് വിത്ത് റെസ്പെക്ട് ടു വൈ, ഇത് രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ശരി, അപ്പോൾ ഇത് കോഷി റൈമാൻ കണ്ടീഷൻ. പിന്നെ രണ്ടാമത്തത് എന്താണ്, ഡോ യു ബൈ ഡോ വൈ ഇസ് ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അതേപോലെ ഇതിൻ്റെ റിയൽ പാർട്ട് വിത്ത് റെസ്പെക്ട് ടു വൈയും പിന്നെ ഇമാജിനറി പാർട്ട് അതിൻ്റെ ഡെറിവേറ്റീവ്സ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, ഇത് മൈനസ്, ഇത് രണ്ടും എന്തായിരിക്കണം, ഈക്വൽ ആയിരിക്കണം. ശരി, ഇത് കോഷി റൈമാൻ കണ്ടീഷൻ. അപ്പോൾ ഇതിൽ നമുക്ക് കൊടുത്തിട്ടുള്ളത് എന്താണ്, പ്രൊവൈഡഡ് ഡോ യു ബൈ ഡോ എക്സ് ഡോ യു ബൈ ഡോ വൈ, അതേപോലെ ഡോ വി ബൈ ഡോ എക്സ് ഡോ വി ബൈ ഡോ വൈ, റിയൽ ആൻഡ് ഇമാജിനറി പാർട്ട് ഡെറിവേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിനെ പ്രൂവ് ചെയ്യുക. പ്രൂവ് ലെറ്റ് എഫ് ഓഫ് ഇസഡ് ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. അപ്പോൾ നമുക്കറിയാം യു പ്ലസ് വി വന്നിട്ട് ഇത് ഫംഗ്ഷൻ ഓഫ് ഇതിൻ്റെ ഫംഗ്ഷൻ, അത് എഫും പിന്നെ എക്സും ആൻഡ് വൈൻ്റെ ഫംഗ്ഷനാണ് യു വി. ഇഫ് ഇസഡ് ആസ് എ സ്മോൾ ഇൻക്രിമെൻറ്റ്, അപ്പോൾ നമ്മൾ ഇസഡ് വാല്യൂനെ കുറച്ച് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അതായത് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ്. അതായത് നമ്മൾ ഒരു പോയിൻ്റ് എടുത്തെന്ന് വെച്ചാൽ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഒരു പോയിൻ്റ് എടുത്തു. അപ്പോൾ ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ നമ്മൾ ഒരു ഫംഗ്ഷൻ പറഞ്ഞിട്ട് ഇതൊരു പോയിൻ്റ് എടുത്തു. അപ്പോൾ അതിനെ ഇതൊരു പോയിൻ്റ് എടുത്തു. ശരി, ഒരു പോയിൻ്റ് എടുത്തു. അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻക്രീസ് ചെയ്യണം. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് ഇതുവരെ വന്നു. ഓക്കെ, അപ്പോൾ ഇത് എഫ് ഓഫ് സെഡ് എന്ന് പറയാം. ഓക്കെ, അത് എഫ് ഓഫ് സെഡും പിന്നെ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്ത പോയിൻറ്റിനെ സെഡ് പ്ലസ് എഫ് ഓഫ് സെഡ്, പിന്നെ ഇത് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ് എന്ന് പറയും.
എക്സ്ട്രാപ്പുലേഷൻ നമ്മൾ എന്താണ് ആ ഫംഗ്ഷൻ നമ്മൾ ഇൻക്രിമെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്നതാണ് ഇങ്ങനത്തെ വാല്യൂ. പക്ഷേ ഇത് ഇൻക്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ നല്ല ഹൈ ഡിസ്റ്റൻസ് ഒന്നുമല്ല, ഇറ്റ് ഈസ് വെരി 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 സ്മോൾ ഇൻക്രിമെൻറ്റ്. അപ്പോൾ നമുക്ക് ഇൻക്രിമെൻറ്റ് ഇസഡ് ആസ് എ സ്മോൾ ഇൻക്രിമെൻറ്റ് ഓഫ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽറ്റ സെഡ്. ദെൻ കറസ്പോണ്ടിങ് ഇൻക്രിമെൻറ്റ് ഓഫ് യു ആൻഡ് വി ആർ. അപ്പോൾ നമ്മൾ ഇതിൽ എഫ് ഓഫ് സെഡിൽ ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ എന്താകും, ഇത് ഇൻക്രിമെൻ്റ് ആയി. അപ്പോൾ കറസ്പോണ്ടിങ് എന്താകും, ഈ ഫംഗ്ഷനിൽ ഈ ഫംഗ്ഷനിൽ അതിൻ്റെ ഇൻക്രിമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത യു പ്ലസ് ഡെൽ യു ആൻഡ് വി പ്ലസ് ഡെൽ വി. അപ്പോൾ എഫ് ഓഫ് സെഡ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി. ഇത് ഈക്വേഷൻ നമ്പർ 1. പിന്നെ ഇൻക്രിമെൻറ്റ് ആയതിനു ശേഷം നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്താണ്, എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ് that is equal to u plus del u plus I of v plus del v. ഇത് ഈക്വേഷൻ നമ്പർ 1. ഇപ്പോൾ ഫസ്റ്റ് ഈക്വേഷൻ മൈനസ് സെക്കൻഡ് ഈക്വേഷൻ മൈനസ് ഫസ്റ്റ് ഈക്വേഷൻ. അപ്പോൾ സെഡ് ഓഫ് എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ്. അപ്പോൾ നമ്മൾ ഇതിനെ മൈനസ് ചെയ്താൽ ഇവിടെ സൈഡിൽ എഴുതിയിരിക്കുന്നതാണ് യു പ്ലസ് ഡെൽ യു പ്ലസ് ഐ വി പ്ലസ് ഐ ഡെൽ വി മൈനസ് യു മൈനസ് ഐ വി. അപ്പോൾ നമുക്ക് ഈ യുവും ഈ പ്ലസ് യു ഈ മൈനസ് യു ക്യാൻസലാകും, അതേപോലെ ഐ വി ക്യാൻസലാകും, ബാക്കിയുള്ളത് ഡെൽ യു പ്ലസ് ഐ ഡെൽ വി അങ്ങനെ നമുക്ക് കിട്ടും. അപ്പോൾ ഡിവൈഡ് ദ ഈക്വേഷൻ ബൈ ഡെൽ സെഡ്. അപ്പോൾ ഈ വാല്യൂസിൽ നമുക്ക് കിട്ടിയ 2 - 1 ഇതിനെ സബ്ട്രാക്ട് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ വാല്യൂവിൽ നമ്മൾ എന്ത് ചെയ്യുക, ഡിവൈഡ് ബൈ ദ ഈക്വേഷൻ ഡെൽ സെഡ് നമുക്ക് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡെൽ സെഡിനെ ഡിവൈഡ് ചെയ്താൽ ആ ഈക്വേഷൻ എന്താകും, എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡ് ബൈ ഡെൽ സെഡ് ദറ്റ് ഈസ് ഈക്വൽ ടു ഡെൽ യു ബൈ ഡെൽ സെഡ് പ്ലസ് ഐ ഡെൽ വി ബൈ ഡെൽ സെഡ്. അപ്പോൾ ഇതിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ദ ലിമിറ്റ് ഓഫ് അതായത് എഫ് ഓഫ് എക്സ് നമ്മൾ ഇതെടുക്കാം, ലിമിറ്റ് ഇല്ലാതെ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ് മൈനസ് എഫ് ഓഫ് സെഡ് ഡിവൈഡഡ് ബൈ ഡെൽ സെഡ്. ഇത് വന്നിട്ട് ഒരു സ്ലോപ്പിൻ്റെ കണ്ടീഷനാണ്, അതായത് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ ഇത് സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കണ്ടീഷൻ, അതായത് ഏതിൻ്റെ സ്ലോപ്പ്, ഞാൻ അതാ പറഞ്ഞ ഈ ഡെറിവേറ്റീവ്സ്, അതായത് ഒരു കോംപ്ലക്സ് പാത്തിൽ ഈ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഇത് എഫ് ഓഫ് സെഡ് പിന്നെ എഫ് ഓഫ് സെഡ് പ്ലസ് ഡെൽ സെഡ്. അപ്പോൾ ഇത് ഇതൊരു സ്ലോപ്പായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തിട്ട് അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക. സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താകും, ഈ പോയിൻ്റ് വന്നിട്ട് ആ സ്ലോപ്പ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആ പോയിൻറ്റിനെ നമ്മൾ ഡെറിവേറ്റീവ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അതായത് ഡിഫറൻഷ്യേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഡി എക്സ് ബൈ ഡി വൈ അങ്ങനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ്, അതായത് ഡെറിവേറ്റീവ്സ്, ആ പോയിൻറ്റിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് നമുക്ക് എന്തായി കിട്ടി, എഫ് ഡാഷ് ഓഫ് സെഡ്. അപ്പോൾ ഇത് ഫംഗ്ഷൻ നമ്മൾ എന്താ എടുത്തു, എഫ് ഓഫ് സെഡ് എന്ന് എടുത്തു. പിന്നെ അതിൻ്റെ ഡെറിവേറ്റീവ്സ്, അതായത് അത് ലൈൻ ഇൻക്രിമെൻ്റ് ആയതിനു ശേഷം അതിൻ്റെ സ്ലോപ്പ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെറിവേറ്റീവ്സ് ആണ് എന്താണ്, എഫ് സെഡ് ഓഫ് സെഡ്. അപ്പോൾ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് ഇതെന്തായി, ഡെറിവേറ്റീവ്, അതായത് ഡിഫറൻഷ്യേറ്റ് നമ്മൾ ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയതാണ് എഫ് ഡാഷ് ഓഫ് സെഡ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഡെൽ സെഡ് ടെൻസ് ടു 0 ഡെൽ യു ബൈ ഡെൽ സെഡ് പ്ലസ് ഐ ഡെൽ വി ബൈ ഡെൽ സെഡ്. ഇത് ഈക്വേഷൻ നമ്പർ 3. ഇഫ് ദ ഫംഗ്ഷൻ വേരീസ്, അതായത് ഈ ഡെൽ സെഡ് ലിമിറ്റ് നമ്മൾ എന്താ കൊടുക്കുന്നത്, ഇതിന് ഡെൽ സെഡ് ഇറ്റ്സ് ടെൻസ് ടു 0. അപ്പോൾ ഒരു ഫംഗ്ഷൻ, അതായത് ഒരു കോംപ്ലക്സ് പാത്തിൽ, ഒരു റീജിയൻ ഓഫ് കോംപ്ലക്സ് പാത്തിൽ നമ്മൾ എന്താ ചെയ്യുക, ഇതൊരു സെഡ് എന്ന് പറയും, ഇതാണ് ഫംഗ്ഷൻ, ഇതാണ് ഒരു ഫംഗ്ഷൻ സെഡ് എന്ന് എടുക്കുക അതിന്. അപ്പോൾ ഈ സെഡ് ഇറ്റ്സ് ടെൻസ് ടു 0. അപ്പോൾ അത് 0യിലേക്ക് നമുക്ക്, അതായത് ഇറ്റ്സ് എ വെരി സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോൾ ഇത് എങ്ങനെ 0യിലേക്ക് വരും എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് ത്രൂ ദ എക്സ് റിയൽ പാർട്ട് വഴി വരാം, അല്ലെങ്കിൽ അത് ഇമാജിനറി പാർട്ട് വഴി വരാം. അപ്പോൾ റിയൽ പാർട്ട് വഴി വരുമ്പോൾ ഇമാജിനറി പാർട്ട് ഇറ്റ്സ് ഈക്വൽ ടു 0, പിന്നെ ഇമാജിനറി പാർട്ട് വരുമ്പോൾ റിയൽ പാർട്ട്സ് ഇറ്റ്സ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ അലോങ് ഇഫ് ദ ഫംഗ്ഷൻ വേരീസ് അലോങ് ദ റിയൽ പാത്ത് എക്സ് ആക്സിസ്. അപ്പോൾ ദ റിയൽ പാത്ത് എക്സ് ആക്സിസ് ആണെങ്കിൽ എന്താണ്, y is equal to 0. അല്ല, അപ്പോൾ എക്സ് ആക്സിസിൽ അത് ഇറ്റ്സ് ടെൻസ് ടു 0, സെഡ് ഇറ്റ്സ് ടെൻസ് ടു 0 അലോങ് വിത്ത് എക്സ് ആക്സിസ് ആണെങ്കിൽ y is equal to 0.
അപ്പോൾ നമുക്ക് ആ ഫംഗ്ഷൻ എന്തായിരിക്കും, z ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ. സോ ഇത് ഇമാജിനറി പാർട്ട് നമ്മൾ y ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തപ്പോൾ z ഈക്വൽ ടു എക്സ്. അപ്പോൾ നമുക്ക് എന്ത് വരും, ഡെൽ z ഈസ് ഈക്വൽ ടു ഡെൽ എക്സ്. അപ്പോൾ എഫ് ഡാഷ് ഓഫ് സെഡ് ലിമിറ്റ്സ് ഡെൽ എക്സ് ടെൻസ് ടു 0. അപ്പോൾ എന്താണ്, എക്സ് വഴിയാണ് വരുന്നത്, ഈ റിയൽ പാത്ത് വഴി. അപ്പോൾ എക്സ് ടെൻസ് ടു 0 അത് നമ്മൾ എന്തെടുക്കുക, ഡെൽ യു ബൈ ഡെൽ എക്സ് പ്ലസ് ഐ ഡെൽ വി ബൈ ഡെൽ എക്സ് എന്ന് എടുക്കാം. സോ അപ്പോൾ നമ്മൾ ലിമിറ്റിനെ നമ്മൾ എന്താണ്, ഇത് ലിമിറ്റിനെ നമ്മൾ ഈ രണ്ടിൻ്റെ ഉള്ളിലും മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഈ ഫംഗ്ഷൻ. സോ എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇതെന്താണ്, ഇറ്റ് ഈസ് ലൈക്ക് എ പാർഷ്യൽ ഡെറിവേറ്റീവ്. അപ്പോൾ ഇതൊരു പാർഷ്യൽ ഡെറിവേറ്റീവ് ടേംസ് ആണ്. അപ്പോൾ നമ്മൾ അതിനെ എങ്ങനെയാണ് മാറ്റുക, എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ് പ്ലസ് ഐ ഡോ വി ബൈ ഡോ എക്സ്. ഇത് ഈക്വേഷൻ നമ്പർ 4. അപ്പോൾ എന്താണ്, ഈ സെഡ് ടെൻസ് ടു അലോങ് എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഇറ്റ് ഈസ് ടെൻസ് ടു അലോങ് ദ ഇമാജിനറി ആക്സിസ്, അതായത് വൈ ആക്സിസ് വഴി പോകുന്നുണ്ട്. അപ്പോൾ വൈ ആക്സിസ് വഴി ഇസഡ് ടെൻസ് ടു 0 എന്ന് പറഞ്ഞാൽ നമുക്കെന്ത് വരും, എക്സ് ഈക്വൽ ടു 0 അല്ല. അപ്പോൾ വൈ ആക്സിസ് വഴി അത് പോകുന്നുണ്ട്. അപ്പോൾ എക്സ് ഈക്വൽ ടു 0. സോ സെഡ് ഈക്വൽ ടു എക്സ് പ്ലസ് ഐ വൈ ആൻഡ് സെഡ് ഈക്വൽ ടു, ഈ എക്സ് വന്നിട്ട് എന്തായി, അപ്പോൾ 0 ആയി. അപ്പോൾ സെഡ് ഈക്വൽ ടു ഐ വൈ. സോ ഡെൽ സെഡ് ഇസ് ഈക്വൽ ടു ഐ ഇൻറ്റു ഡെൽ വൈ. സോ എഫ് ഡാഷ് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു ലിമിറ്റ്സ് ഡെൽ യു ഡിവൈഡ് ബൈ ഐ ഡെൽ വൈ പ്ലസ് ഐ ഡെൽ ബി ഡിവൈഡ് ബൈ ഐ ഡെൽ വൈ. അപ്പോൾ ഈ ഐയും ക്യാൻസൽ ആകും. ഇത് 1/i ആണ്. അപ്പോൾ 1/i ആണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ എന്ത് വരും, അത് ഡിവിഷനാണ്, കോംപ്ലക്സ് ഡിവിഷനാണ്. അപ്പോൾ y ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നതിന്, അതിന് ഇൻവേഴ്സ് എടുത്തിട്ട് നമ്മൾ മേലെയും താഴെയും എന്ത് ചെയ്യും, മൾട്ടിപ്ലൈ ചെയ്യും ഐ ഇൻട്ട്. അപ്പോൾ ഇങ്ങനെ കിട്ടുമ്പോൾ നമുക്ക് എന്ത് വരും, ഐ ഇൻറ്റു ഐ സ്ക്വയർഡ് മൈനസ് 1 1/i മൈനസ് 1. അപ്പോൾ നമുക്ക് മൈനസ് ഐ എന്ന് വരും. താഴത്ത് എന്ത് വരും, ഇത് ഐ ഇൻറ്റു ഐ സ്ക്വയർഡ്, അത് മൈനസിന് ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ 1. അപ്പോൾ നമുക്ക് മൈനസ് ഐ എന്ന് കിട്ടും. ആ മൈനസ് ഐ ആണ് നമ്മൾ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ മൈനസ് ഐ ഡോ യു ബൈ ഡോ വൈ പ്ലസ് ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഇതിൻ്റെ ഈ ലിമിറ്റിൻ്റെ ഡെറിവേറ്റീവ്, അതായത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഫോമാണ് ഇത്. അപ്പോൾ ഇത് ഈക്വേഷൻ നമ്പർ 5. സോ ഹിയർ അപ്പോൾ നമുക്ക് രണ്ട് ഫോം കിട്ടി. അതായത് ഈക്വേഷൻ നമ്പർ 4ഉം പിന്നെ ഈക്വേഷൻ നമ്പർ 5ഉം കിട്ടിയിട്ടുണ്ട്. സോ ഈക്വേഷൻ നമ്പർ 4 and 5 അത് ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ്. അതായത് ഈക്വേഷൻ നമ്പർ 4 and 5ഉം ഡെറിവേറ്റീവ്സ് ഓഫ് z ഈക്വൽ ടു എക്സ് ഐ വൈ, പിന്നെ z ഈക്വൽ ടു ഐ വൈ, പിന്നെ z ഈക്വൽ ടു ഐ വൈ, ദെൻ z ഈക്വൽ ടു എക്സ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ്സ് ആണ് ഈ 4 and 5. ഓക്കെ. അപ്പോൾ ഹിയർ എഫ് ഓഫ് സെഡ് വാല്യൂ മസ്റ്റ് ബി സെയിം. അപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ. അപ്പോൾ നമ്മൾ കമ്പയർ ഈ 4 and 5 നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫോർ ആൻഡ് ഫൈവ് നമ്മൾ എടുക്കുക. അപ്പോൾ 4 ഈക്വേഷൻ ഡോ യു ബൈ ഡോ എക്സ്. അപ്പോൾ ഇതിൽ ഇമാജിനറി പാർട്ട് ആൻഡ് റിയൽ പാർട്ട്. അപ്പോൾ ഇത് റിയൽ പാർട്ട്, ഇമാജിനറി പാർട്ട്. അതേപോലെ ഇത് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി പാർട്ട്. അപ്പോൾ ഫസ്റ്റ് റിയൽ പാർട്ടിന് എടുക്കാം കമ്പയർ ടു 4 and 5 ഈക്വേഷൻ. അപ്പോൾ റിയൽ പാർട്ട് ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ അല്ലേ. ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അത് നമ്മൾ എങ്ങനെ എഴുതാം, ഇങ്ങനെ എഴുതാം. ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. എവിടെയാണ് മൈനസ് ഡോ യു ബൈ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ ആൻഡ് ഇമാജിനറി പാർട്ട് എടുക്കുമ്പോൾ ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ.
ഡോ യു ബൈ ഡോ വൈ. അത് ഇമാജിനറി പാർട്ട്, അതായത് ഇമാജിനറി പാർട്ട്, ഇത് റിയൽ പാർട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് എന്താണ് കമ്പയർ ചെയ്യുന്നു, 4 and 5 ഈ ഇക്വേഷനെ കമ്പയർ ചെയ്യുന്നു. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് എന്താണ് ഫോർത്ത് ഇക്വേഷൻ എന്താണ് ഫസ്റ്റ് എന്തെടുക്കുക, റിയൽ പാർട്ടിന് എടുക്കുക. അപ്പോൾ റിയൽ പാർട്ട് ഡോ യു ബൈ ഡോ എക്സ്, ഇവിടെ റിയൽ പാർട്ട് ഡോ വി ബൈ ഡോ വൈ. അത് നമ്മൾ ഇങ്ങനെ എഴുതി. ആൻഡ് ഇമാജിനറി പാർട്ട്, അപ്പോൾ സെക്കൻഡ് ഇമാജിനറി പാർട്ട് എന്താണ് ഐ ഉള്ളതൊക്കെ ഇമാജിനറി പാർട്ട്. അപ്പോൾ ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു മൈനസ് ഡോ യു ബൈ ഡോ വൈ. ഓക്കെ, ഓർ നമ്മൾ ഡോ വി ബൈ ഡോ വൈ ഇങ്ങനെ എഴുതാം, ഡോ യു ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ വി ബൈ ഡോ വൈ. അപ്പോൾ ഇങ്ങനെ എഴുതാം. പിന്നെ ഇത് തിരിച്ചെഴുതാം, ഡോ വി ബൈ ഡോ എക്സ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ എക്സ്, അങ്ങനെ എഴുതുക. ആൻഡ് ഇതിനെയും നമ്മൾ തിരിച്ചെഴുതുക, ദറ്റ് ഈസ് ഈക്വൽ ടു ഡോ യു ബൈ ഡോ വൈ, ഡോ യു ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് ഡോ വി ബൈ ഡോ എക്സ്. അപ്പോൾ നമുക്ക് ഇതിനെ നമ്മൾ എന്താണ് ഇതിൻ്റെ പ്ലേസ് മാറ്റി നമുക്ക് എഴുതാം. സോ ഇത് രണ്ടും എന്താണ് ഈക്വൽ ആണ്. സോ ദിസ് ഇസ് നോൺ ആസ് കോഷി റീമാൻ കണ്ടീഷൻ. താങ്ക് യു.